അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബുർദ പതിവാക്കിയാൽ നമ്മുടെ കരടിൻ്റെ കഷ്ണമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാം എന്നതിന് ഒട്ടേറെ തെളിവുകൾ മഹത്തുക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹത്താലുള്ള കവി ശ്രേഷ്ഠരുടെ ജ്വലിക്കുന്ന ആത്മനൊമ്പരങ്ങൾ പറയുന്ന ബുർദയുടെ ഒന്നാമത്തെ ഭാഗം ഇവിടെ തുടങ്ങുന്നു. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം അമിൻ തദക്കൂരി ജീറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാമിൻ മുഖലത്തിൻ ബിദമി أم هبت الريح من تلقاء كاظمتي وأومى والبرق في ظلماء من إظمي ذو സലാമിലുള്ള അയൽക്കാരെ നീനച്ചതിനോ അതല്ല കളിമതിൽ കാറ്റിങ്ങാടിച്ചതിനോ ഇരുളൊട്ട രാത്രിയിൽ ഇളമെന്ന താഴ്വരയിൽ നിന്നുള്ള മിന്നൽ പ്രകാശം കണ്ട കാരണോ എന്തിന് പൊന്നു സുഹൃത്തേ നിന്റെ കണ്ണുകളിൽ രക്തശ്രുതകൾ നീ ചാലിട്ടൊഴുക്കിയത്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവസാനം ആ കണ്ണുനീരിൻ്റെ കൂടെ രക്തവും കളർന്ന് ഒലിക്കാൻ തുടങ്ങി. ഈ സന്ദർഭത്തിൽ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ സ്വശരീരത്തോട് തന്നെ ചോദിക്കുന്നു. ഇതിൽ ചോദ്യകർത്താവും ശ്രോതാവും ഒരാൾ തന്നെയാണ്. അതല്ലെങ്കിൽ കാളിമയുടെ ഭാഗത്ത് നിന്ന് അടിച്ചു വീശുന്ന കാറ്റ് കൊണ്ടാണോ? അതുമല്ല, ഇരുളുട്ട രാത്രിയിൽ ഇളമിൽ മിന്നിരിഞ്ഞത് കൊണ്ടാണോ?